എൻ്റെ ലൈഫിൽ ഓരോരോ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴും എപ്പോഴും ലൈഫ് അപ്ഗ്രേഡ് ആവാറുണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് സംഭവിക്കാറുണ്ട്. എന്നാലും എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം വീഡിയോ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ നീഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. അത് കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നീടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത മെയിൻ കാര്യം തന്നെ എനിക്ക് കുറച്ചും കൂടെ എൻ്റെ ഐഡിയാസൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീഷിൽ മാത്രം ഇങ്ങനെ നിൽക്കാണ്ട് എൻ്റെ ഐഡിയാസ്, എൻ്റെ തോട്ട്സ്, എൻ്റെ കാര്യങ്ങൾ അതൊക്കെ ഒന്നാമത് ഞാൻ അത്യാവശ്യം നല്ലോണം ക്രിയേറ്റിവിറ്റി ഒരുപാടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു ഔട്ട്ലെറ്റ് വേണമായിരുന്നു ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളത്. സ്ലോലി ഇത് ഞാൻ പോലും റിയലൈസ് ചെയ്യാണ്ട് എൻ്റെ ഒരു കുഞ്ഞ് സ്പേസ് ആയിട്ട് മാറി. അതായത് വെർ ഐ ക്യാൻ ബി മൈ സെൽഫ്. എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് സപ്പോർട്ടീവ് പീപ്പിൾ ഉണ്ട്, ചിലപ്പോൾ എൻ്റെ സെയിം ഐഡിയാസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ പിന്നെ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു റാറ്റ് റേസിലാണല്ലോ പോകുന്നത് എല്ലാവരും. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അതിൻ്റെ ഭംഗിയും ആ ഒരു മൊമെൻറ്റ്സും ഒന്നും നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഞാൻ ഈ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഞാൻ ആ ചെടീനെ നോക്കുകയാണെങ്കിൽ പോലും ഐ ക്യാൻ സീ എ ഫ്രെയിം. അത് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി മാത്രം, അതിൽ ആ ചെടിയുടെ ആ ഇലയുടെ ഭംഗി മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി നൈസ്. നമ്മൾ ഒരുപാട് ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ കുറച്ചും കൂടെ തിങ്കും ചെയ്യും. തിങ്കിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് തിങ്കിങ്, നല്ലപോലെ ചിന്തിക്കുക എന്നുള്ളത്. സെക്കൻഡ് ഈസ് റീഡിങ്. അപ്പോൾ റീഡിങ് എനിക്ക് ഓൾറെഡി ഒരു ഹാബിറ്റാണ്. ഈ തിങ്കിങ് എന്നുള്ള ഹാബിറ്റ് എനിക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒബ്സർവേഷൻ കൂടിയാണ് ഞാൻ തിങ്ക് ചെയ്യാനും കൂടെ തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അതെനിക്ക് ഭയങ്കര ചേഞ്ച് ഉള്ളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിനെക്കാട്ടിയൊക്കെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് 100x കൂടിയിട്ടുണ്ട്. കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ കുത്തനുള്ളൊരു ഗ്രാഫാണ്. ഭയങ്കരമായിട്ട് എക്സ്പെണൻഷ്യൽ ഗ്രോത്താണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് അതിൻ്റെ പുറകിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, വായിക്കണം, പ്ലാൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ പബ്ലിക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്രിറ്റിസിസം ഒക്കെ ഫേസ് ചെയ്യാനായിട്ട് ഓൾറെഡി റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വന്നാൽ പിന്നെ നമ്മൾ അതിനെ ഫേസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ സ്ലോലി ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് പേഴ്സണാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ചായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യുക പോലുമില്ല. പക്ഷേ ഓവർ ടൈം എനിക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കൺവെൻഷനലി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഉണ്ട്, മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടും, കുറച്ചുകൂടെ വിസിബിലിറ്റി ആണ്, അതൊക്കെ ഉണ്ട്. അതൊക്കെ എപ്പോഴും എല്ലാ ആൾക്കാരും പറയുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ്, മോണിറ്ററി ബെനിഫിറ്റ്സിനെ കാട്ടിയും അതിനും അപ്പുറത്തേക്ക് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ ഈവൻ നോ വൺ ഈസ് വാച്ചിങ് യു, ടേക്ക് ദിസ് ആസ് എ സൈൻ ടു സ്റ്റാർട്ട് യുവർ ജേർണി.